ഹായ് ഓൾ, ഞങ്ങൾ 4-ാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ തക്കുടിനോടും പൊന്നൂസിനോടും യാത്ര പറഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അവർക്ക് രണ്ടാൾക്കും വരാൻ ഒട്ടും മനസ്സില്ല. അവർ രണ്ടുപേരും ഭയങ്കര 4 ആൾ ഭയങ്കര കൂട്ടാണ്. ഷയാൻ സ്കൂളിൽ പോയി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകണം, അല്ലാണ്ട് അവർ തിരിച്ചു വരില്ല. നമ്മൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. 6 മണിയായപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. നെക്സ്റ്റ് മൊബൈല പിടിക്കണം. ഇന്ന് ഉച്ചക്ക് മുമ്പ് ഇന്ന് മൊബൈല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തണം. നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നുംപാട് സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അറിയില്ല, ഒരു എനർജി ഉണ്ടാകും. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടേക്ക് കുറച്ചും കൂടി എനർജി തരുന്നത്. നല്ല രസമുണ്ടായി ഈ സമയത്ത്. ചെറിയൊരു ഇളം കാറ്റും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ചവിട്ടി പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് കൂടുതലായിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. ഓരോ ഡെസ്റ്റിനേഷൻ നോക്കി പോകുന്നതുകൊണ്ട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ. റോഡ് സൈഡിൽ നമുക്ക് ഒരുപാട് പാർക്കും കാര്യങ്ങളെല്ലാം കിട്ടും, നല്ല ഇരുന്ന് വിശ്രമിക്കാനെല്ലാം പറ്റിയ. പക്ഷെ കുറേയൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പറ്റാവുന്നിടത്തോളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഒമാനെ നമുക്ക് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടെങ്കിൽ അത്രയും ഉണ്ട്. നമുക്ക് ഓരോ ദിവസവും ഓരോ കണ്ടൻറ് ഉണ്ടാക്കാം, ഓരോ സമയം. എന്നെക്കൊണ്ട് അറിയാം, എനിക്ക് അത്ര ഞാൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ കണ്ടെങ്കിൽ ഇന്ന ആൾക്കാരല്ലേ, യാത്ര പോകുന്നവരല്ലേ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് ഗുഡ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് നാസ്ത വാങ്ങിത്തന്നു. നമ്മൾ നാസ്ത ദോശയും പിന്നെ നല്ല ചട്നിയും ചായയും കുടിച്ച് അവിടുന്ന്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടുകൂടി കിട്ടി. രാവിലെ ആ ഒരു സമയത്ത് നമ്മളവിടുന്ന് ഫുഡും കഴിച്ച് കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷം. ഒരാളെങ്കിലും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. നമ്മൾ ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോയതിന് അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണി വീണ്ടും കിട്ടി. ഇവിടെ സൈക്കിളൊന്ന് പഞ്ചറായി. അപ്പോഴേക്കും മാതൃഭൂമി റിപ്പോർട്ടർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് സൈക്കിളിൻ്റെ ട്യൂബ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് തന്നു. അതൊന്ന് മാറാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത്, അത് കഴിയുന്നിടത്തോളം നമ്മളവിടെ നിന്നിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് തന്ന് നമ്മൾ അവിടുന്ന് യാത്രയാക്കിയിട്ടാണ് അവർ അവിടുന്ന് പോയിട്ടുണ്ടായിട്ടുള്ളൂ. നമ്മളത് എവിടെ എത്തിയാലും നമ്മൾ ഒറ്റപ്പെട്ടു. ഇനിയിപ്പം മലയാളീസ് അല്ലെങ്കിലും ഒമാനീസ് നമ്മൾ കാണുമ്പോൾ അവർ ഇവിടെ ഈ രാജ്യത്ത് അതാണ് ഇത്രയും ഒരു സുരക്ഷ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക ഒരു പരിഗണന ഉണ്ട് നമുക്ക് ഒമാനിൽ. ഇനി ടാക്സിയിൽ പോകുമ്പോൾ ആണെങ്കിലും ബസ്സിലെല്ലാം സ്ത്രീകളുണ്ടെങ്കിൽ ആദ്യം അവരെ കയറ്റിയിട്ട് മാത്രമേ മറ്റുള്ളവർ കയറ്റുള്ളൂ. അത്രയും ധൈര്യത്തിൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, ഇത്രയും ധൈര്യത്തിൽ നീ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. മറ്റുള്ള കൺട്രീസ് ചിലപ്പോൾ ഞാൻ പോയിട്ടായിരിക്കും എനിക്ക് അത്ര അറിയാത്തത്. പക്ഷേ ഒമാനെ സംബന്ധിച്ചിടത്ത് അത്ര നമുക്ക് രാത്രി പോലും നമുക്ക് ഇറങ്ങി നടക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു നാടാണ് ഒമാൻ. അവിടേക്കുള്ള നാട്ടുകാരാണെങ്കിലും എല്ലാം പാവങ്ങളാണ്. അത്രയും നല്ല ഒരു ഒമാനീസ് കാണുന്ന ആൾക്കാരെല്ലാം ഭയങ്കര ഇതാണ്. നമ്മളുണ്ട് ഒരു പള്ളിയിൽ ഉച്ച സമയമായപ്പം പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഏകദേശം 1 മണിയായി. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഒരു 4 മണിക്ക് ശേഷം 4 മണിയാകുമ്പോഴേക്ക് ഏകദേശം വെയിൽ കുറയും. ആ സമയത്ത് മാത്രമേ നമ്മൾ ഇറങ്ങൂ. അതുവരെ നമ്മൾ ഈ പള്ളിയിലൊന്ന് സ്റ്റേ അടിക്കും. 4 മണി കഴിഞ്ഞ് നമ്മളിതാ നല്ല സൈക്കിൾ എടുത്ത് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നല്ല പാർക്കുണ്ട്. പാർക്ക് അങ്ങനെ ഇപ്പോൾ ഹൈവേ കൂടിയാണ് നമ്മൾ പോകുന്നത്, എക്സ്പ്രസ് ഹൈവേ. സർവീസ് റോഡ് ചില സ്ഥലങ്ങളിൽ നമുക്ക് സർവീസ് റോഡ് കിട്ടൂല. പക്ഷെ അത് ഏകദേശം നമുക്കിനി അൽക്കൂദ് ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരണം. അൽക്കൂദിലേക്കാണ് നേരെ ചവിട്ടി നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിൽ ചവിട്ടി. പക്ഷേ ഹൈവേ കൂടി പോകാനൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും പാടെ ഈ വണ്ടികൾ പോകുമ്പോൾ അവരുടെ കൂടെ ഒന്ന് പോകാൻ നമുക്കൊരു രസമായിട്ട് ഒരു ഹരം കൂടും. ആ വണ്ടികളിങ്ങനെ കാറുകളിങ്ങനെ പോകുന്ന കാണുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സൈക്കിളാണ് ചവിട്ടുന്നത്, ആ ഒരു ഇന്നത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോയാൽ മാത്രം മതി. ഭയങ്കര രസമായിരിക്കും പോകാൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ വീഡിയോ മാക്സിമം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഏകദേശം നമ്മൾ അൽക്കൂദ് എത്തിയിട്ടുണ്ട്. ബദ്രസമാൻ്റെ തൊട്ടടുത്തുള്ള മാർക്കൻ സേവിൽ. ഇന്നത്തെ യാത്ര നമ്മളിവിടെ നിർത്തി വെച്ചതിന് ഇൻഷാ അല്ലാഹ് നാളെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാളെ നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ
എല്ലാവരും മാക്സിമം ഒന്ന് ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ഇട്ടിട്ട് കാണണം. മുഴുവനായിട്ടും ഒന്ന് കാണണം.